2023 മാർച്ച് 26 മോള് ഉടമ്പടി എടുത്തത്. മോളുടെ കൂട്ടുകാർ മുഖേനയാണ് ഉടമ്പടി എടുത്തത്. അവർ ഹോസ്റ്റലിലായിരുന്നു. അപ്പം മോള് പേര് മിന്നു എന്നാണ്. ഞങ്ങൾ എലിഞ്ഞിയിൽ നിന്ന് വരുന്നു. അപ്പം അവിടുന്ന് ഉടമ്പടി എടുത്ത് മോൾക്ക് ഇങ്ങനെ PSC ടെസ്റ്റുകളൊക്കെ ഒത്തിരി എഴുതിയിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത ഒരാഴ്ച കഴിഞ്ഞപ്പോൾ PSCയിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു. അത് കഴിഞ്ഞ് അത് ജോയിൻ ചെയ്യാൻ വേണ്ടി ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. അപ്പം ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവർക്ക് തരാൻ മടിയെ. പിന്നെ മെഡിക്കൽ കോളേജിൽ ചെന്നു. ആ ഡോക്ടർക്ക് ഒരു മടി പറഞ്ഞു. പിന്നെ മോള് അവിടെ വെച്ച് തന്നെ പറഞ്ഞു കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിച്ച് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു. പിന്നെ അധികം താമസിക്കാതെ ആ ഡോക്ടർ തന്നെ മോൾക്ക് ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ അവിടുന്ന് പോന്നു. അത് കഴിഞ്ഞപ്പം മോൾക്ക് ഈ ഓവറി സിസ്റ്റിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതായിരുന്നു. അപ്പം ഡോക്ടർ അന്നേരം ഞങ്ങൾക്ക് ഈ കൃപാസന മാതാവിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അതിന് നമുക്ക് മുമ്പായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു ഈ മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കണം. ഇത് കഴിഞ്ഞ് ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് മോള് മരുന്ന് നിർത്തി. അപ്പം ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്ത് നോക്കണം. ഡോക്ടർ ഒരിക്കൽ ചെന്നപ്പം പറഞ്ഞു വീണ്ടും ചെറുതായിട്ട് കാണുന്നുണ്ട്, മരുന്ന് കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു മരുന്ന് കഴിക്കണുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് മോള് മരുന്ന് കഴിക്കണില്ലായിരുന്നു. മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ എന്നും മോളുടെ വയറ്റത്ത് വിശുദ്ധ തൈലം കുരിശ് വരച്ചു കൊടുത്തു. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ. പിന്നെ ഡോക്ടർ പറഞ്ഞു 3 മാസം കഴിയുമ്പം സ്കാൻ ചെയ്യാൻ വന്നെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അന്നേരം ചെന്നപ്പോൾ പറഞ്ഞു ചെറുതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. വീണ്ടും പറഞ്ഞു. പിന്നെയും ഞങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ചെന്നപ്പം സ്കാൻ ചെയ്തു, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഇനി മരുന്ന് കഴിക്കണോ ഡോക്ടറെ എന്ന് ചോദിച്ചു. കഴിച്ചുകൊണ്ടിരുന്നോ അല്ലെങ്കിൽ വീണ്ടും വരൂ എന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ പോന്നു. ഞങ്ങളിപ്പോൾ ഒരു മരുന്നും കഴിക്കുന്നില്ല. അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ അനിയത്തിക്ക് സെറ്റിൻ്റെ എക്സാമിന് മോള് ഇങ്ങനെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. 3-4 പ്രാവശ്യം എഴുതിയിട്ടൊക്കെ തോറ്റുപോയി. പിന്നെ കഴിഞ്ഞ ജനുവരിയിൽ സെറ്റിൻ്റെ എക്സാം എഴുതി നല്ല മാർക്കോടുകൂടി മോള് പാസ്സായി. അങ്ങനെ ഇത് കഴിഞ്ഞ് ഒരു ദിവസം മോള് ഈ ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു നല്ല മുല്ലപ്പൂവിൻ്റെ മണം മണ്ണുണ്ടെന്ന് എന്നെ വന്ന് വിളിച്ചു. ഞാൻ ചെന്നപ്പോഴേക്കും മണമൊന്നും ഇല്ലായിരുന്നു, എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. മോളിപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് പൂർത്തിയാക്കണം. അതിനുവേണ്ടി മാതാവിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരുന്നുണ്ട്. കാരുണ്യപ്രവർത്തികളായിട്ടും മോള് ഇങ്ങനെ പത്രങ്ങളെല്ലാം കൊടുക്കും. കാരുണ്യപ്രവൃത്തി പത്രങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ കൂടെ കൊണ്ടുപോയി കൊടുക്കും, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കും. ഇങ്ങനെ മോളെപ്പോലെ വൈകല്യമുള്ളവർക്കെല്ലാം ഒത്തിരി സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് മോള്. അങ്ങനെ ഒത്തിരി ചെയ്യുന്നുണ്ട്. പറ്റുന്ന പോലെ എല്ലാം ചെയ്തു കൊടുക്കും. ഹോസ്പിറ്റലിലാണ് പത്രം എല്ലാം കൊടുക്കുന്നത് ഞങ്ങൾ.